നിങ്ങളെ നോക്കാനായിട്ടൊരു ഹോം മെയ്ഡ് ഒരു ഹോം നേഴ്സിനെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കോയമ്പത്തൂർ പോയപ്പോ. കോയമ്പത്തൂർ പോയപ്പോ നിങ്ങൾക്ക് ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നു? ഹോം നേഴ്സ്. അല്ല, നിങ്ങളുടെ റൂമിൽ അവർ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കിടക്കുന്ന ഫോട്ടോ അമ്മായിയും എടുത്തുകൊണ്ട് വന്നതാ. ആ കിടക്കുന്ന ഫോട്ടോ ഞങ്ങൾ രണ്ട് ഒരുമിച്ചാണോ കിടക്കുന്നത്? അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. എന്റെ കൂടെ അതുകൂടെ ചേട്ടൻ കേൾക്കണം. എന്റെ കൂടെ നമ്മളിൽ അധികം ആളുകളും ഈ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ടാവും. അതായത് സുഖമില്ലാത്ത ഭാര്യയുടെ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ആ സഹതാപം പിടിച്ചു പറ്റിയിട്ട് അത് കണ്ടിട്ട് ജനങ്ങൾ ഒരുപാട് പൈസ അയച്ചു കൊടുത്തു. ഓരോ ആളുകൾക്ക് അവർക്ക് എന്താണോ കഴിയുന്നത് ആ സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെ 25 ലക്ഷം രൂപയോളം കിട്ടി. പക്ഷെ ആ ഭർത്താവ് ചെയ്തത് തെമ്മാടിത്തരെന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഭാര്യയുടെ പേരിൽ 1 രൂപ പോലും ചെലവാക്കാതെ അത് മുഴുവനായിട്ടും പൊട്ടടിച്ചു തീർത്തു. നിങ്ങളൊക്കെ ഈ ന്യൂസുകൾ കണ്ടിട്ടുണ്ടാവും. JP അനുഭവ് എന്നാണ് ഫേസ്ബുക്കിലെ പേജിലെ പേര്. 9 മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചാണ്. ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഭാര്യക്ക് സംസാരശേഷിയോ സ്വാധീനമോ ഒന്നുമില്ല. ഒരു ശരീരം മാത്രം. ആ രീതിയിലാണ് ആ ഭാര്യയുടെ വീഡിയോ ചെയ്തിട്ടാണ് ഈ ഭർത്താവ് ഇമാതിരി ഒരു കാര്യം ചെയ്തത്. അയാൾക്ക് തോളലിന് ചെറുതായിട്ടൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. അങ്ങനെ ആ 25 ലക്ഷം കിട്ടിയപ്പോ കഴിഞ്ഞ വീഡിയോ അയാൾ പറഞ്ഞിരുന്നു ആ 25 ലക്ഷത്തിൽ 18 ലക്ഷം ഭാര്യയുടെ പേരിലാണ് ചെലവാക്കിയത്. അനുവിന്റെ സഹോദരിയാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തത്. അങ്ങനെ 18 ലക്ഷം അങ്ങനെ ചെലവഴിച്ചു. 7 ലക്ഷം രൂപ എന്റെ തോളലിന് പരിക്ക് പറ്റിയിട്ട് അങ്ങനെ തീർത്തു എന്നൊക്കെ പറയുന്നത്. തോളലിന് പരിക്ക് പറ്റിയാലും എത്ര പൈസ വേണം നമ്മൾക്കറിയാലോ. പക്ഷെ അതിൽ നിന്ന് 1 രൂപ പോലും ചെലവാക്കിയിട്ടില്ല. അതായത് ഇവരുടെ ഭാര്യ അനുവിന്റെ അമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടത്. ഈ സംഭവങ്ങൾ പുറത്തായതിനു ശേഷം ഈ അനുവിന്റെ ഭർത്താവ് ചില തെളിവുകളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിരുന്നു. തെളിവുകൾ എന്ന് പറയുന്നത് അയാളുടെ വായിൽ എന്താണോ തോന്നുന്നത് ആ കാര്യങ്ങൾ പറയല്ലാതെ ഒരു പ്രൂഫോ കാര്യങ്ങളോ ഇല്ലാതെ എല്ലാം തുറന്നു പറയാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുകയാണ്, ഈ രീതിയിലൊക്കെയാണ്. പക്ഷെ ഒരു പ്രൂഫ് പോലും കാണിക്കാതാണ് ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇയാളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ നമ്പർ സംഘടിപ്പിച്ചിട്ട് ഈ അനുവിന്റെ ഭർത്താവിനെ വിളിച്ചിരുന്നു. അച്ചാൻസ് മീഡിയ എന്ന ഇതിലൂടെയാണ് ഇയാളുടെ ഈ വോയിസ് പുറത്തു വന്നത്. എന്തായാലും ആള് പറയുന്ന കാര്യങ്ങളൊന്നും ആദ്യം കേട്ടോക്കാം. ഹലോ ചേട്ടാ, ഞാൻ നേരത്തെ വിളിച്ച JP, ഞാൻ നേരത്തെ വിളിച്ച ആളാ. മനസ്സിലായി. ഞാനേ നിങ്ങളുടെ മറ്റേ മദറിലോന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെനിക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു. ആയിക്കോട്ടെ. നിങ്ങളെ നോക്കാനായിട്ടൊരു ഹോം മെയ്ഡ് ഒരു ഹോം നേഴ്സിനെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ കോയമ്പത്തൂർ പോയപ്പോ. കോയമ്പത്തൂർ പോയപ്പോ നിങ്ങൾക്ക് ഒരു ഹോം നേഴ്സ് ഉണ്ടായിരുന്നു? ഹോം നേഴ്സ്. ഞാനൊരു ഫാമിലി കൊണ്ട് ഒരു ഫാമിലിയുടെ ഒരു വൈഫാണ്. അദ്ദേഹം ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ, ബാപ്പ, അവരുടെ മക്കള്, അവരുടെ ചേട്ടത്തി, അവരുടെ ചേട്ടത്തിന്റെ ഭർത്താവ് എല്ലാരും കൂടി ഞങ്ങള് എന്റെ അച്ഛനും അമ്മയും എല്ലാവരും സംസാരിച്ചു. ഈ ഹോം നേഴ്സ് നിങ്ങളുടെ വീട്ടിലല്ല താമസിച്ചിരുന്നത്? അല്ല, നിങ്ങളുടെ റൂമിൽ അവർ കിടക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. കിടക്കുന്ന ഫോട്ടോ അമ്മായിയും എടുത്തുകൊണ്ട് വന്നതാ. ആ കിടക്കുന്ന ഫോട്ടോ ഞങ്ങൾ രണ്ട് ഒരുമിച്ചാണോ കിടക്കുന്നത്? അതിന്റെയൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. എന്റെ കൂടെ അതുകൂടെ ചേട്ടൻ കേൾക്കണം. എന്റെ കൂടെ എന്റെ അച്ഛന് കണ്ണു വയ്യാത്ത ഒരു വ്യക്തിയാണ്. അവര് എന്തോ അന്വേഷണത്തിൽ കൊടുത്തപ്പോ ഈ ATM പൈസയൊക്കെ വലിക്കുന്നത് ഇവരാണല്ലോ. ആരാണ് ഈ പറയുന്ന ഈ ലേഡി? നിങ്ങളുടെ ഈ ഹോം നേഴ്സ് ആയിട്ട് വെച്ചേക്കണ അവരാണല്ലോ പല സ്ഥലത്ത് ATM പൈസ വിട്ടുപോയത്. അതിനകത്താണ് ഞാനും പറഞ്ഞത്. കാര്യങ്ങൾ പറയുന്ന പൈസയൊക്കെ കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ കളവല്ലേ? അല്ല, അവരുടെ ATM കാർഡിൽ നിന്നല്ല, എന്റെ ATM കാർഡിൽ നിന്നാണ് ഞാൻ പൈസ വലിച്ചിരിക്കുന്നത്. അവരുടെ ATM കാർഡിൽ നിന്നല്ല. എന്തായാലും ഇയാളൊരു ഐഡിയ ഉള്ളല്ലേ? ആ പാവം ഭാര്യയുടെ വീട് വെച്ചിട്ട് പൈസ കിട്ടിയിട്ട് അതിനെ ചികിത്സിക്കാതെ ഹോം നേഴ്സിനെ വെച്ചിട്ട് ആ ഭാര്യനെ നോക്കുക, അല്ലാതെ പുറത്തു പോയിട്ട് ചികിത്സയും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഇയാള് അടിച്ചു പൊളിക്കുക. ഇയാള് ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുക, എന്നിട്ട് ന്യായീകരിക്കാൻ വരിക. പക്ഷെ അയാൾ കുറച്ച് കാര്യങ്ങളൂടെ ചോദിക്കുന്നുണ്ട്. അതായത് 25 ലക്ഷം കിട്ടിയിട്ട് എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ഇതിന് മുന്നേ 18 ലക്ഷം ഭാര്യയുടെ പേരിൽ 7 ലക്ഷം എന്റെ തോളലിന് പരിക്ക് പറ്റിയിട്ട് അങ്ങനെ ചെലവഴിച്ചു നോക്കി പറഞ്ഞത്. അതൊക്കെ പച്ച കളവാന്ന് കേൾക്കുന്ന നമ്മൾക്ക് മനസ്സിലാവും. എന്താ ബാക്കി കൂടെ ഒന്ന് കേട്ടോ. അല്ല, നിങ്ങളുടെ എങ്ങനെ പൈസ വരുന്നപ്പോ? പ്രകാശ്, നിങ്ങൾ എന്നോട് കുറച്ചു മുമ്പ് സംസാരിച്ചപ്പോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പൈസയൊന്നുമില്ല, എല്ലാം അനുവിന്റെ അക്കൗണ്ടിലാണ് വരുന്നത്. നിങ്ങൾ പാപ്പനാണ്, 2 ലക്ഷം രൂപ നിങ്ങൾക്ക് മറ്റേ സെർവർ മണി എന്നാണ്. എന്ത് മണിയാണ്? സെർവർ മണിയാണ്. നിങ്ങളുടെ മറ്റേ ചെയ്ത സ്ഥലത്ത് 2 രൂപ കിട്ടി. ആ 2 കൊണ്ടാണ് നിങ്ങൾ ബിസിനസ് തുടങ്ങിയെന്നൊക്കെയല്ലോ. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ ഉള്ളത് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണോ? നിങ്ങൾ എന്നോട് കുറച്ച് മുമ്പ് സംസാരിച്ച കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അനുവിന്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്റെ അക്കൗണ്ടിലോട്ട് ഞാൻ പൈസ എടുത്തിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞു അവരുടെ ഗൂഗിൾ പേയുടെ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു, പാസ്വേഡ് അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഗൂഗിൾ പേ വഴി എടുത്താലല്ലോ. ATM ആണെങ്കിൽ പോലും ATM ഒരു പിൻ ഉണ്ടാവൂലേ?
ആ ATM എനിക്കറിയാമായിരുന്ന അവരുടെ ചേട്ടത്തിയ തന്നെ പൈസ എടുത്തത്, അവരുടെ ചേട്ടത്തിയ പൈസ എടുത്തത് ഞാനല്ല. അതെങ്ങനെയാണ് നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞ ഗൂഗിൾ പേയുടെ പിൻ നമ്പർ അനുവിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ഗൂഗിൾ പേയുടെ ആണ്. ഗൂഗിൾ പേയുടെ ആയിക്കോട്ടെ ഇതായിക്കോട്ടെ, അത് ചേട്ടത്തിക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ATM നമ്പർ അല്ലല്ല, ATMന്റെ പിന്നെ അവരുടെ അമ്മയ്ക്കും അവരുടെ ചേട്ടത്തിക്കും അറിയാം. അല്ല, ATM കാർഡ് കയ്യിലല്ലായിരുന്നത്. അല്ലല്ല, എന്റെ കയ്യിൽ എങ്ങനെ ATM കാർഡ് വരുന്നത്? പൈസ എടുക്കുന്നത് ഈ നിങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ വേണ്ടി നിർത്തിയ, നിങ്ങളെ നോക്കാൻ ആളെ നിർത്തി, അപ്പൊ വൈഫിനെ നോക്കാൻ ആരുമില്ലേ? സത്യം പറഞ്ഞാൽ ഇയാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൽ ഒരുപാട് കളവുകൾ ഉണ്ടെന്ന്. സത്യമാക്കി ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കിട്ടുന്നില്ല. നമ്മുടെ ഭാഷ പറയണ ഉരുണ്ട് കളിക്കുക, ആ രീതിയിലാണ് അയാൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്തായാലും ഇത് പുറത്ത് അറിഞ്ഞത് എന്തായാലും നന്നായി. കാരണം ഇത് അറിഞ്ഞില്ല ആളുകൾ ഇനി ഒരുപാട് പൈസ അയച്ചേനെ. ഇയാൾക്ക് അടിച്ചു പൊളിക്കാനുള്ള മാതിരി എന്താ പറയാ ആളുകൾ പൈസ അയച്ചു കൊടുക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് നഷ്ടം? ചില ആളുകൾ സത്യസന്ധമായിട്ട് അവരുടെ രോഗങ്ങൾ പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും സഹായിക്കില്ല. കാരണം ഇതുപോലുള്ള ആളുകൾ വരുമ്പോ ഏതൊരാളുടെ മനസ്സിലും ഉണ്ടാവും അത് തട്ടിപ്പായിരിക്കും, എന്തിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്, സത്യസന്ധമായിട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. പക്ഷെ ഇതുപോലുള്ള മോശമായ ആളുകൾ വരുമ്പോ കഞ്ഞിയിൽ പാറ്റിടാന്നല്ല, അതേപോലെയാണ്. എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് കേട്ടോക്കാം. വൈഫിനെ നോക്കാൻ ആളുണ്ട്, എന്റെ അമ്മയുണ്ട്, അവരുടെ അമ്മയുണ്ട്. നിങ്ങളെ നോക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അവിടെ വന്നാൽ നിങ്ങൾ നിന്റെ അടുത്ത് കുറച്ച് മുമ്പ് പറഞ്ഞത്. ആണ്, അത് തന്നെയാണ്. നിങ്ങളിപ്പോ ഒരു ഹോം നേഴ്സിനെ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പറഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്റെ അടുത്ത് ഹോം നേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. നിങ്ങളുടെ മദറിലോനെ വിളിച്ചിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവർ ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ആ ഡൈനിങ് ടേബിൾ അടിച്ചു പൊളിച്ചതും മറ്റു കുറച്ച് വീഡിയോസും കൂടി എനിക്ക് അയച്ചു തന്നവര്. മറ്റു വീഡിയോസ് എന്തായാലും ഉണ്ട്, എനിക്ക് അത് ഞാൻ തരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേട്ടൻ കേട്ടിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം ഒരു 34 മിനിറ്റ് കഴിഞ്ഞ സമയം കേട്ടായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ മദറിലോനോട് ഞാനൊന്ന് വിളിക്കട്ടെ, 2 പക്ഷം അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു. ഇനി ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ചേട്ടൻ അതെല്ലാം പറഞ്ഞതുകൊണ്ട് സാധാരണഗതിയിലോ ഹോം നേഴ്സ് വന്നു കഴിഞ്ഞാൽ സ്വന്തം റൂമിലല്ലല്ലോ. ഞാൻ വിചാരിച്ച് ഹോം നേഴ്സിനെ വൈഫിനെ നോക്കാൻ വേണ്ടി നിർത്തിയായിരിക്കും വിചാരിച്ചു. പിന്നീട് അറിയണത് നിങ്ങളെ നോക്കാനാണ് നിർത്തിയെന്ന്. വീട്ടിൽ ഹോം നേഴ്സിനെ നിർത്തിയത് എന്റെ വൈഫിനെ നോക്കാനായിട്ടാണ്. പക്ഷെ ഹോം നേഴ്സ് കിടന്നത് നിങ്ങളുടെ റൂമിലാണല്ലോ അത്. അല്ല ചേട്ടാ, അവര് പറയുന്നത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ. ആ ഫോട്ടോ സഹിതം ആ ഹോം നേഴ്സ് എന്റെ കൂടാന്നോ കിടന്നത്. നിങ്ങളുടെ കൈ ഇങ്ങനെ പൊക്കി കിടക്കണോ, ആ ഹോം നേഴ്സ് താഴെ ഒരു പാവിരിച്ച് കിടപ്പുണ്ട്. പാവിരിച്ച് കിടക്കുന്നുണ്ടോ? ആ അമ്മായിന്ന് സംശയരോഗം വന്നിട്ട് ഫോട്ടോ എടുത്തതാണ് അവിടെ നിന്ന്. അതെങ്ങനെയല്ലേ നിങ്ങളുടെ റൂമിൽ ഹോം നേഴ്സ് നിങ്ങളുടെ മോനൊന്നുമില്ല, നിങ്ങൾ എണീറ്റ് നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൈ ചലിപ്പിക്കും. ഒരു കൈക്കല്ലേ പ്രശ്നമുള്ളൂ. അതിപ്പോഴാണ് ആദ്യത്തെ ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു മെമ്പർ ആരാണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചാൽ അതിനകത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ എണീറ്റ് നിന്നിട്ട് സംസാരിക്കുന്നത്. അത് പിന്നാണ് എനിക്ക് റിക്കവറി ആയി വന്നത്. സർജറി കഴിഞ്ഞപ്പോൾ കൈ ഇങ്ങനെ അല്ലായിരുന്നു. സർജറി കഴിഞ്ഞ സമയത്ത് ഞാൻ പറയുന്ന കറക്റ്റായിട്ട് കേൾക്കും. ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്റെ അച്ഛന് കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത മനുഷ്യനാണ്. വേണമെങ്കിൽ വന്ന് ചോദിച്ചു നോക്കിയാൽ ആൾക്കാർ വന്ന് പറയും. അച്ഛനെയോ ജെപിയുടെ അച്ഛന്റെ അമ്മയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങള് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഭാര്യനെ നോക്കിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരന്തരം വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. എനിക്ക് പറയുന്ന പോയിന്റിലോട്ടല്ല വരുന്നത്. ചേട്ടൻ പോയിന്റ് തന്നെയാണ് ഞാൻ പറയണത്. ഞാൻ പറഞ്ഞു തരാം. എന്റെ അനിമോളെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ നിർത്തി. ധന്യ മാഡം എന്ന് പറയുന്ന കൊല്ലം പിന്നെ 3 സർക്കിൾ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ അത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞല്ലോ. ഇന്നത്തെ ലൈവ് ഒന്ന് നോക്കാൻ തരുന്നുണ്ട്. നിങ്ങൾ സാജൻ കേച്ചേരി നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് എത്ര റുപ്യ നിങ്ങൾക്ക്? അതിനകത്ത് ഏതാണ്ട് 2 ചില്ലറേ വന്നിട്ടുള്ളൂ. അതെല്ലാം ATM കാർഡ് അനുവിന്റെ ചേട്ടത്തിന്റെ കയ്യിലാണ് ഇരുന്നത്. ആണല്ലേ? എല്ലാം അനുവിന്റെ ചേട്ടത്തിന്റെ കയ്യിലാണ്. ഈ മറ്റേ ലേഡി ഉണ്ടല്ലോ, ഈ ഹോം നേഴ്സ് എന്ന് പറയുന്ന ലേഡി ഏത് ATM കാർഡ് വെച്ചിട്ട് എടുത്തപ്പോ? ഏതാ? അത് എന്റെ ATM കാർഡാണ്. അപ്പൊ എന്റെ അക്കൗണ്ടിലും പൈസ വരുന്നുണ്ടായോ? ഇല്ല, എന്റെ അക്കൗണ്ടിൽ അങ്ങനെ പൈസ വന്നിട്ടില്ലല്ലോ. എന്റെ അക്കൗണ്ടിൽ വന്ന പൈസ എന്റെ സുഹൃത്തുക്കൾ എനിക്ക് 7 മണി അവിടുന്ന് ഞാൻ ഗൾഫിൽ നിന്ന് വർക്ക് ചെയ്ത ആൾക്കാർ എനിക്ക് പൈസ തിരിച്ചു തന്നായിരുന്നു. അവിടെ ഇവിടെ മാറ്റിയല്ലല്ലോ സംസാരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ ചേട്ടന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല, എനിക്ക് ഒരു 2 ലക്ഷം രൂപ കിട്ടിയിരുന്നു. ആ 2 ലക്ഷം രൂപ ഞാൻ ഇങ്ങനെ എന്റെ സെവറൻസ് മണി എനിക്ക് ആക്സിഡന്റ് വന്നപ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് 1 ലക്ഷം രൂപ അവർ തിരിച്ചു തന്നു. എന്റെ സുഹൃത്തുക്കൾ എനിക്ക് തിരിച്ചു തന്നു. ആ സുഹൃത്തുക്കൾ ഇല്ലെന്നാ പറഞ്ഞത്. സുഹൃത്തുക്കൾ നാട്ടിലെ സുഹൃത്തുക്കൾ. ചേട്ടൻ ഞാൻ വിളിച്ച കോള് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ലേ കഴിഞ്ഞ കോള്? അതൊന്ന് കേട്ടു കേട്ടൻ. ആണ് പറയുന്ന കേക്ക്. നാട്ടിലെ സുഹൃത്തുക്കൾ ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗൾഫിലുള്ള സുഹൃത്തുക്കളല്ലേ? എനിക്ക് ഗൾഫിലാണ്. ഞാൻ 17 വർഷം ഗൾഫിൽ നിന്ന് മനസ്സിലില്ല. എനിക്ക് അവിടെയാണ് സുഹൃത്തുക്കളുള്ളത് കൂടുതൽ. എനിക്ക് നാട്ടിൽ സുഹൃത്തുക്കളില്ല. പോയിന്റുകൾ മനസ്സിലാക്കാന്ന് പറയുന്നത്. നാട്ടിൽ എനിക്ക് ഗൾഫിലെ സുഹൃത്തുക്കൾ എനിക്ക് പിരിവിട്ട് എനിക്ക് 1 ലക്ഷം രൂപ അയച്ചു തന്നു. ആ 1 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ടാണ് എനിക്ക് അയച്ചു തന്നത്. ആ പൈസയാണ് നിങ്ങൾ ഈ ഹോം നേഴ്സിന് എത്രയാണ് സാലറി? ഹോം നേഴ്സിന് സാലറി മേടിച്ചിട്ടില്ല അവര് ഫ്രീ സേവനം വരുന്നു അല്ലേ? എനിക്ക് അവരുടെ ഹസ്ബൻഡിനെയും ഞാൻ ഇപ്പം അവരുടെ ഹസ്ബൻഡിനെ കണക്ട് ചെയ്ത് തരാം.
ഞാൻ ത്രൂ കോൾ അല്ല അവരോട് ഹസ്ബൻഡിനെ നമ്മൾ സംസാരിക്കണ എന്തിനാ? നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലല്ല അറിയണം, കാരണം അവർ ഈ എന്റെ അമ്മായിയമ്മ ഇല്ലാവചനം പറയുമ്പോൾ അതുകൂടെ ഒന്ന് കേൾക്കണം. അല്ല അത് കേൾക്കണ്ടില്ല. അയാളുടെ ഹസ്ബൻഡ് ഇനി എന്താ പറയാ, ഇപ്പൊ ഒന്നാമത് ഈ സ്ത്രീകളെ വിറ്റാണല്ലോ എല്ലാരും ഇപ്പൊ കാണിച്ചോണല്ലോ പലരും ജീവിക്കണത്. ഹലോ, എന്തായാലും ഇയാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം ഫുള്ള് ഉടായിപ്പ് തന്നെയാണ്, സത്യസന്ധമായുള്ള ഒരു വാക്കുകളും ഇല്ല, ഫുള്ള് തട്ടിപ്പ് തന്നെയാണെന്ന് മനസ്സിലാവും. എന്തായാലും മറ്റുള്ളവർക്ക് ഒരു പാഠമാട്ടെ. കാരണം ഇതുപോലെ ചില ആളുകൾക്ക് ഉണ്ടാവും പല വീഡിയോകൾ ഇട്ടിട്ട് എന്താ പറയാ ആളുകളെ പറ്റിച്ച് സഹതാപം പിടിച്ചു പറ്റിയിട്ട് പൈസ സമ്പാദിക്കുന്ന പല ആളുകളുണ്ടാവും. അവർക്ക് എന്തായാലും ഒരു പാഠമാവട്ടെ.